PSC ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. മാർച്ച് മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന LP ഇന്റർവ്യൂകളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ മാക്സിമം വളരെ വിശദമായിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കമൻറ്റ്സ് എന്തെങ്കിലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വരവറിയാതെ ചെലവ് ചെയ്യരുത് എന്ന ആശയം വളർത്താനായിട്ട് കുട്ടികൾക്ക് എന്തെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ക്ലാസ്സിൽ ഈ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാം, എന്തൊക്കെ നമുക്ക് ചെയ്യാം ഇതിനായിട്ട്, ഈ ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നൽകേണ്ട ഒരു മൂല്യബോധ്യമാണ് എങ്ങനെയാണ് പണം ചെലവഴിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഇന്നത്തെ എന്തെങ്കിലും കറണ്ട് അഫെയർ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അവർക്ക് ഈ ഒരു ആശയം അവരിലെത്തിക്കാം. കാരണം കറൻ്റ്ലി നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി അവർ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ TV പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അഫ്വാൻ്റെ വെഞ്ഞാറാമൂട് നടന്നൊരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സംഭവത്തിൽ നമുക്ക് അവിടെ ഈ സെയിം ഈ ഒരു ആശയത്തോടനുബന്ധിച്ച് നിൽക്കുന്നൊരു സംഭവമാണത്. കാരണം പിതാവ് ഗൾഫിൽ നിന്ന് ഒരുപാട് പണം അയച്ചു കൊടുക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉള്ളൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ്സോ നടക്കുന്ന ഒരു പിതാവ് ഒരുപാട് കാശ് അയച്ചു കൊടുക്കുന്ന അമ്മയും മകനും ഡെയിലി അവിടുത്തെ ഒരു കണക്ക് പ്രകാരം ഡെയിലി 4000-5000 രൂപയ്ക്ക് ചെലവ് ചെയ്യുന്നു. തുടർന്ന് ആ കുട്ടിക്ക് ആ ഒരു പണത്തിന്റെ മൂല്യം മനസ്സിലാവുന്നില്ല. അത്തരത്തിൽ ആ കുട്ടി സ്പോയിലർ ആയി പോവുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പണത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആ കുട്ടിക്ക് പണം വേണം. അത് നമ്മൾ ചെറുപ്പത്തിലെ എത്രമാത്രം നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും കുട്ടികളെ അത് അത്യാവശ്യത്തിന് മാത്രം നൽകിക്കൊണ്ട് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. ഇത് ഞാൻ കറണ്ട് അഫെയർ എന്ന നിലയിൽ, കറണ്ടായിട്ട് നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിൽ ഒരു 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ആശയം അവതരിപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഒരു ഈ ഒരു പണത്തിൻ്റെ ഒരു മൂല്യം കാണിക്കാനായിട്ട് കോയിൻ ബോക്സ് ഉണ്ടല്ലോ, കുട്ടികൾക്കായിട്ട് എല്ലാ വീടുകളിലും കോയിൻ ബോക്സ്, അത്തരത്തിലുള്ളൊരു ബോക്സ് സ്ഥാപിക്കാം. അത് നിങ്ങൾ ആ കുട്ടികളോട് പറയാം, കുട്ടികൾക്ക് കോയിൻ ബോക്സ് നിങ്ങൾ വീടുകളിൽ വാങ്ങിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പണത്തുട്ടുകൾ ഇതിൽ നിക്ഷേപിക്കുക. അവസാനം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോഴോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു ബാങ്കിങ്ങിൻ്റെ തന്നെ ഒരു ഏറ്റവും ചെറിയ ലെവലിലുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ കുട്ടികളെ അവരോട് പറയാം, നിങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പാരൻസിനോട് നമ്മൾ, ഇത് കുട്ടികളെക്കാൾ ഉപരി നമ്മൾ പാരൻസ് വഴി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞാൽ പാരൻസ് ഉള്ളപ്പോൾ തന്നെ അവർ അത് സെലക്ട് ചെയ്ത് ആ ഒരു കാശിനുള്ളിൽ ഒതുങ്ങുന്ന തരത്തിൽ ആ ഒരു ഐറ്റം വാങ്ങാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് കൂടുതൽ പ്രാവർത്തികമാകുക ആ PTA മീറ്റിങ്ങിൽ അവതരിപ്പിച്ച് ഈ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നിർദ്ദേശം നൽകുക വഴിയാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക. കുട്ടികൾക്ക് നേരിട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും അത്ര എഫക്റ്റീവ് ആവില്ല. കുട്ടികളോട് പറഞ്ഞു കൊടുത്താലും അത് പാരൻസിന് സമ്മതിച്ചാൽ അല്ലെങ്കിൽ പാരൻസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വീടുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ.
നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചെലവ്, ലാഭം, സേവിങ്സ് എന്നീ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളെ പറ്റിയിട്ടൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്താം. അതിനായിട്ടുള്ള രൂപകൽപ്പന ചെയ്ത കഥകള്, ഗെയിമുകള് ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികള് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴ് കുട്ടികളെയും ഒപ്പം ഇരുത്തുക. നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയുമൊക്കെയാണ് ചെലവ് എന്നുള്ള കാര്യങ്ങൾ കുട്ടികള് അറിയുന്ന വിധത്തിൽ, അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പാരൻസ് ഒപ്പം അവരെ കൂട്ടുക എന്നുള്ളത്. ക്ലാസ് റൂമിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പഠന രീതികൾ, അതായത് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കടയുടെ ഒരു മിനി വേർഷൻ നമുക്ക് ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ട് കുട്ടികളെ ഫേക്ക് റുപ്പീസ് ഒക്കെ ഉണ്ടല്ലോ അത് നൽകിയിട്ട് അവരുടെ സാധനങ്ങൾ വാങ്ങാൻ വിട്ട് നമുക്ക് ജസ്റ്റ് പരിശീലിപ്പിക്കാം. ഇത്തരത്തിലുള്ള വരുമാന ചെലവ് ഗെയിം, അത് വീടുകളിലായാലും നിങ്ങൾക്ക് ഓരോ കുട്ടിക്കും ഇത്രയും രൂപ കൊടുത്ത് ഒരു ഷോപ്പ് പോലെ അറേഞ്ച് ചെയ്ത് കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് പരിശീലിപ്പിക്കാം. ഇത്തരത്തിലുള്ള പരിശീലനം മാത്രമേ നടക്കുള്ളൂ. റിയൽ ആയിട്ടുള്ളത് എപ്പോഴും പാരൻസിന്റെ സപ്പോർട്ട് കൂടി മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് PTA മീറ്റിങ്ങുകളിലൊക്കെ, അതായത് MPTA മീറ്റിങ്ങുകൾ, ക്ലാസ് PTAയിലൊക്കെ നമുക്ക് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകി ഇത്തരത്തിൽ ഇവരെ പരിശീലിപ്പിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റൊരു ചോദ്യമുള്ളത് അധ്യാപകർക്ക് വേണ്ട ഗുണങ്ങളാണ്. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് അധ്യാപകർക്ക് എന്തെല്ലാം ഗുണങ്ങൾ വേണം എന്നുള്ളത്. തീർച്ചയായിട്ടും സഹാനുഭൂതി, ക്ഷമ, ഓരോ കുട്ടിയുടെയും വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കി അവരുടെ ചോദ്യങ്ങൾക്ക് യുക്തോടെ മറുപടി നൽകാനുള്ള ഒരു മനോഭാവം, പിന്നെ പാഠ്യ വിഷയത്തെ പറ്റി അല്ലെങ്കിൽ പഠന രീതികളെ പറ്റിയിട്ടുള്ള ഒരു അവബോധം, കുട്ടികളെ ആകർഷകമായിട്ട് പഠിപ്പിക്കാൻ വേണ്ട സർഗാത്മകമായ രീതികൾ അത് അവലംബിക്കുക. അതുപോലെ അത്തരത്തിലുള്ള രീതികൾ, പുതിയ നൂതന രീതികളായാലും പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പൈതൃക ബോധം, സംസ്കാര ബോധം എന്നിവ തീർച്ചയായിട്ടും വേണം. കാരണം ഒരു അധ്യാപിക ആയിരിക്കണം ആ കുട്ടീനെ നമ്മുടെ പൈതൃകത്തെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും മനസ്സിലാക്കിക്കേണ്ട ഒരു വ്യക്തി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാടിന്റെ പൈതൃകം, സംസ്കാരം, സാംസ്കാരിക മൂല്യങ്ങൾ, പാരമ്പര്യ മൂല്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് വിശദീകരിച്ചോ ആക്ടിവിറ്റീസിലൂടെയൊക്കെ നൽകാനും അതുകൊണ്ട് ആ കുട്ടിക്ക് അഭിമാനം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള രീതിയിൽ സംഭവങ്ങൾ വിവരിച്ച് നൽകാനുള്ള ഒരു കഴിവ് ആ ഒരു അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, കുട്ടികൾക്ക് പ്രചോദനം നൽകാനും മാനസിക പിന്തുണ നൽകാനും അവരുടെ കഴിവുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു കഴിവിൽ ഫോക്കസ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും പ്രചോദിപ്പിക്കുക എന്നുള്ളതെല്ലാം തന്നെ ഇതിനും ഉപരി ആയിട്ട് ഒരുപാട് ഒരു എന്താ പറയാ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങളാണ്. എല്ലാം ഒരു അധ്യാപകന്റെ ഗുണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കലകളെ കുറിച്ചും കലാകാരന്മാരെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിച്ചിരിക്കണോ, അറിഞ്ഞിരിക്കണോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും കുട്ടി വളർന്നു വരുന്ന ഒരു സമൂഹത്തിലെ സാംസ്കാരിക കലാപരമായിട്ടുള്ള അറിവുകൾ, നേട്ടങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ നാട്ടിലുള്ള കലകള്, കലാകാരന്മാരാരെല്ലാമാണ്, അവര് നൽകിയ സംഭാവന, ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വളരെ വിശദമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിലപ്പുറം, അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിലും വ്യത്യസ്തമായിട്ട് അവർ ഓരോ സ്റ്റേറ്റിലെ എല്ലായിടത്തും ഒരേ ടെക്സ്റ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ഉള്ള സ്കൂളായിരിക്കും. ആ സ്കൂളിനോടനുബന്ധിച്ച് ഒരുപാട് പ്രാദേശിക കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അധ്യാപികർ ശ്രമിക്കുകയും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പ്രാദേശിക പാഠം എന്ന് പറയുന്നത്. പ്രാദേശിക പാഠം ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് വളരെയധികം അവരുടെ സംസ്കാരത്തെ, ആ ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തെ അടുത്തറിയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മികച്ച രീതിയിൽ വ്യക്തിത്വ വികസനം സാധ്യമാകും. കലാസൃഷ്ടികൾ വഴി വികാരപരമായ പ്രകടനത്തിലും ആത്മവിശ്വാസത്തിലും വലിയ രീതിയിൽ ഉണർവ് വരും.
കലാകാരന്മാരുടെ ജീവിത രീതി, പ്രയത്നം ഇതൊക്കെ മാതൃകയാക്കാനായിട്ട് അവർ ശ്രമിക്കും. ഇതിലൂടെ നല്ലൊരു വ്യക്തിത്വം വികസിപ്പിക്കുക എന്നുള്ളൊരു ആശയം കൂടി കുട്ടികളിലേക്ക് നേടാം. അതുപോലെ ആശയവിനിമയം, കലയും സാഹിത്യവും ഒക്കെ കുട്ടികൾക്ക് അവരുടെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രകടിപ്പിക്കാനും കൂടുതൽ സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള ഒരു അവസരം നൽകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ കലയുമായും സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാം കുട്ടികൾ അറിയുകയും അതെല്ലാം തന്നെ കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് ഒരു ഒരു വഴി കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യമാണ് വിവരം അല്ലെങ്കിൽ വിവേകം, അല്ല വിവരം 1, വിവേകം 2, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവരം എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, എങ്കിൽ പോലും എന്തായാലും അതൊരു അറിവാണ്. പക്ഷെ വിവേകം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഒരു അറിവിനെ മനസ്സിലാക്കിയിട്ട് ശരിയായ വിധത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു കഴിവാണ്. അതാണ് വിവേകം. വിവരങ്ങൾ പല സ്ഥലത്തു നിന്ന് ലഭിക്കുന്നു. അതിൽ ശരിയായ വിവരങ്ങൾ തിരിച്ചറിയാനും ആ വിവരം മനസ്സിലാക്കി അത് പ്രയോഗിക്കാനും ഉള്ള ഒരു കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പറയാവുന്നത്, തീ എന്ന് പറയുന്ന ഒരു സംഭവം അത് ചൂടാണ് എന്നുള്ളതൊരു വിവരമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. അതിനാൽ ചൂടായതിനാൽ ആ ഒരു തീ എന്ന് പറയുന്ന സംഭവം കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വിവേകമാണ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം. മറ്റൊരു ചോദ്യമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്താണ് കേസ് സ്റ്റഡി എന്നും, നിങ്ങൾ കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരുന്നു ആ കുട്ടിയുടെ പ്രോബ്ലം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വ്യത്യസ്തമായ തരത്തിൽ കേസ് സ്റ്റഡിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പറ്റിയിട്ടാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ എന്തെങ്കിലും നമ്മൾ നേരിട്ട് കണ്ട ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്യുകയും അതിന് ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തുകയും ചെയ്യുകയാണ് കേസ് സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേസ് സ്റ്റഡിയിലൂടെ ഒരു വ്യക്തിയുടെ പ്രശ്നം പഠിച്ച് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിന് വളരെ ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു വിദ്യാലയത്തിൽ ഒരുപാട് കുട്ടികളെ ഇത്തരത്തിൽ കേസ് സ്റ്റഡിക്ക് അത്തരത്തിൽ അത്രയും പ്രശ്നം ഉള്ള കുട്ടികളെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് എല്ലാവരെയും കേസ് സ്റ്റഡി ചെയ്യാൻ എന്നുള്ളത് നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. എങ്കിൽ പോലും അതിൽ നിർബന്ധമായും കേസ് സ്റ്റഡി ചെയ്ത് ആ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്ന് തോന്നുന്ന എല്ലാ കുട്ടികളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുകയും അങ്ങനെ അത് പരിഹരിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് പുതിയൊരു ജീവിതം തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു അധ്യാപിക കേസ് സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, മൂല്യനിർണയ രീതികൾ ഏതെല്ലാമാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. മൂല്യനിർണയം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മൂല്യനിർണയ രീതികൾ ഉണ്ട്. ഒന്നാമത്തേത് പഴയ രീതിയിലുള്ളൊരു മൂല്യനിർണയമാണ്. അതായത് അധ്യാപിക മേധാവിത്വം, പുസ്തക കേന്ദ്രീകൃത പഠനം, അതുപോലെ സംവാദത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയിലുള്ളൊരു മൂല്യനിർണയം. അത് നമ്മൾ DPP ഒക്കെ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് അത്തരത്തിലുള്ള മൂല്യനിർണയ രീതിയാണ്. ഇന്ന് ഗ്രേഡിങ് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ന് അതുപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പഠനം, അതുപോലെ പ്രായോഗികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൽകിക്കൊണ്ടുള്ളൊരു വിശകലനം. ഇതൊക്കെയാണ് പുതിയ മൂല്യനിർണയ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. മറ്റൊരു പ്രധാന ചോദ്യം ഇതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുള്ളത്, ക്ലാസ്സുകളിൽ ഏത് ഗ്രേഡിംഗ് രീതിയാണ് ഫോളോ ചെയ്യുന്നത്? 5 പോയിന്റ് ഗ്രേഡിംഗ് രീതിയാണ് LP ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യുന്നുള്ളത്.
അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ ഇന്റർവ്യൂവിലും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. മറ്റൊന്ന് സംയുക്ത ഡയറിയെ പറ്റിയിട്ടാണ്. ഒരു ദിവസം ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം ഇന്റർവ്യൂവിൽ സംയുക്ത ഡയറിയോ അതുപോലെ തന്നെ സചിത്ര പുസ്തകമോ ചോദ്യങ്ങളിൽ കടന്നു വരുന്നുണ്ട്. സംയുക്ത ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രക്ഷിതാവും കുട്ടിയും സംയുക്തമായിട്ടാണ് എഴുതുന്നത്. കുട്ടിക്ക് അറിയാവുന്ന അക്ഷരങ്ങൾ പെൻസിൽ ഉപയോഗിച്ചു, അറിയാത്ത അക്ഷരം പാരന്റ് പേന ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. തുടക്കത്തിൽ ഒക്കെ നമുക്ക് ആ ഒരു ഡയറി പരിശോധിച്ചാൽ കാണാം പേനയായിരിക്കും അധികം. പിന്നെ അത് സ്ഥിരമായിട്ട് എഴുതി വരുമ്പോൾ കുട്ടിയുടെ പെൻസിൽ അധികമാവും, പാരന്റിന്റെ പേന കൊണ്ടുള്ള തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും കുറയും എന്നുള്ളതാണ് സംയുക്ത ഡയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് കുഞ്ഞെഴുത്ത് എന്നാണ്. അതൊരു പ്രവർത്തന പുസ്തകമായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു. അതിന് കുഞ്ഞെഴുത്ത് എന്നാണ് പേര്. സംയുക്ത ഡയറി എന്ന് പറയാം, എങ്കിൽ പോലും കുഞ്ഞെഴുത്ത് എന്നുള്ളൊരു പുതിയ പേര് കൂടി നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കുഞ്ഞെഴുത്ത് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സംയുക്ത ഡയറിയുടെ മറ്റൊരു പേരാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു ചോദ്യം ലഹരിയെ പറ്റിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യോദ്ധാവ് എന്നതും DDAD അഡിക്ഷൻ മായി ബന്ധപ്പെട്ട് ഉള്ളൊരു പദ്ധതിയാണ് DDAD. അതുപോലെ തന്നെ യോദ്ധാവ്, വിമുക്തി, ഇത് 3 പെട്ടെന്ന് എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു 3 പദ്ധതികൾ. തീർച്ചയായിട്ടും ഈ 3 പദ്ധതികൾ അറിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ യോദ്ധാവിൻ്റെ ഒരു യോദ്ധാവ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ഫോൺ നമ്പർ അതുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. 99596666 99596666. ആ ജസ്റ്റ് ആ നമ്പർ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. യോദ്ധാവ്, വിമുക്തി, DDAD, 3 പ്രധാന പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ന്യൂസ് പേപ്പറുകൾ ജസ്റ്റ് എന്നും റീഡ് ചെയ്ത് പോവുക. അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അധികം കാണുന്നത്. മറ്റൊന്ന്, പ്രൈമറി ക്ലാസ്സുകളിൽ ICT ഉപയോഗം നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രാഥമിക തലങ്ങളിൽ ICT ഉപയോഗം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് ICTയുടെ ഫുൾ ഫോം. അത് ഉപയോഗം വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് ഫസ്റ്റ് പറയാവുന്ന കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി, വളരെ ചെറിയ സ്പാൻ ഓഫ് ടൈമാണ് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓറലിയുള്ള ക്ലാസ് എടുക്കലായാലും ആക്ടിവിറ്റീസിനായാലും അവർക്ക് ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. അപ്പം അതിന് ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആവുന്നത് ICT ആണ്. കാണിച്ച് നൽകിക്കൊണ്ട്, അതായത് വിഷ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ കുട്ടികളുടെ മൈൻഡിൽ നിൽക്കാനായിട്ട് സഹായിക്കും. കുട്ടികൾക്കായിട്ടുള്ള അക്ഷരങ്ങൾ, സംഖ്യകൾ, രൂപങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് കുട്ടികളുടെ മൈൻഡിൽ കയറും. അവരൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ കഥ ഇത്രയും പെട്ടെന്ന് അവർ ഓർത്ത് പറയുന്ന പോലെ നമ്മൾ ICT വെച്ച് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയും. പഠനത്തിൽ കൂടുതൽ ആകർഷകമായിട്ടുള്ള അനിമേഷൻ, വീഡിയോകൾ, ശബ്ദങ്ങൾ ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആകും. അത്രയും നല്ല തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് അവർക്ക് അത്രയും എഫക്റ്റീവായിട്ട് അവരുടെ ഉള്ളിൽ ചെല്ലും. മറ്റൊന്ന്, കുട്ടികളുടെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളർത്തുന്നു എന്നുള്ളതാണ്. ICT ഉപയോഗിച്ചുള്ള ചിത്രരചന, കഥാരചന, സംഗീതം, അതായത് ഒരു കഥയുടെ ഏതെങ്കിലും ഒരു പോർഷൻ വരെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് കുട്ടികളോട് അതിനെ തുടർന്ന് കഥ നമ്മൾ പറയുന്നതിനേക്കാൾ രസത്തിൽ ചിലപ്പോൾ നമ്മളിത് ക്ലാസ്സിൽ ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കഥ പറഞ്ഞ് നിർത്തി കുട്ടികളെ കൊണ്ട് പറയിക്കല്. ആർക്കെങ്കിലും ആ കഥ പൂരിപ്പിക്കാം. അതിനേക്കാൾ വളരെ രസകരമാകും നമ്മളത് ICTയിൽ ഇട്ട് കാണിക്കുമ്പോൾ. കാരണം അവർ അത്രയും ഇൻവോൾവഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് കഥ അവരോട് ബാക്കി പറയാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരത്
അതുപോലെ തന്നെ കവിതയായാലും അവർക്കത് ചെയ്യാൻ പറ്റും. ചിത്രരചന ICT ഉപയോഗിച്ച് വളരെ രസകരമായിട്ട് ചിത്രരചനയെ അവർക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, കുട്ടികൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ പുനഃപരിശോധിക്കാനും സ്വയം പഠിക്കാനൊക്കെ ഈ ICT ഉപയോഗിച്ചിട്ടുള്ള പഠനം അവരെ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആധുനിക സാങ്കേതിക വിദ്യയായിട്ട് അവർക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ്. കാരണം ഏത് വലിയ, അതായത് വികസിത രാജ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിലും അവർക്ക് നമ്മുടെ കുട്ടികളേക്കാൾ കൂടുതൽ ഒരു സാങ്കേതിക വിദ്യയുമായിട്ട് ഒരടുപ്പം കൂടുതൽ കാണും. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെയും വളർത്തി വലുതാക്കാനായിട്ട് ഭാവിയിൽ അവരുടെ കരിയർ കൂടുതൽ മികച്ച രീതിയിൽ നീങ്ങാനൊക്കെ ആയിട്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ തരത്തിലുള്ള പഠനം അവരെ തുടക്കത്തിൽ തന്നെ അവരത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. എങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് ICTയുടെ അമിതമായിട്ടുള്ള ആശ്രയം നമ്മൾ ഒഴിവാക്കണം. ടീച്ചർ എന്ന് പറയുന്ന തരത്തിൽ ടീച്ചർ നൽകേണ്ടത് ടീച്ചർ നൽകുക തന്നെ ചെയ്യണം. അതിനെ തുടർന്നൊരു ഹെൽപ്പ് എന്ന നിലയിൽ മാത്രം ICT ഉപയോഗിക്കുക. എല്ലാത്തിനും ICT എന്ന നിലയിലുള്ളൊരു രീതി എല്ലായ്പ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ICT ഉപയോഗിക്കണം. ഉപയോഗിക്കാതെയുള്ള പഠനം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അതിലും ഒരു ലിമിറ്റ് വെക്കേണ്ടത് ടീച്ചേഴ്സാണ്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് ICT സോഫ്റ്റ്വെയർ. വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ജിയോജിബ്ര ഗണിത പഠനത്തിന്, അതുപോലെ തന്നെ സ്ക്രാച്ച് കുട്ടികൾക്ക് കോഡിങ് പഠിക്കാനായിട്ട്. എല്ലാ കുട്ടികളും സ്ക്രാച്ച് വെച്ചിട്ടുള്ള ഗെയിംസ് അവർ തന്നെ നിർമ്മിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അതും അതുപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന MS പെയിൻറ്, ടെക്സ്റ്റ് പെയിൻറ് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഭാഷാ പഠനത്തിനായിട്ട് ഡ്യൂലിംഗോ പോലത്തെ ആപ്പുകളൊക്കെ യൂസ് ചെയ്യാം. സ്റ്റോറി ബേർഡ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് കഥ രചിക്കാനായിട്ട് കുട്ടികൾ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഖാൻ അക്കാദമി കിഡ്സ് വ്യത്യസ്ത വിഷയങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിൽ പഠിക്കാനായിട്ട് ഖാൻ അക്കാദമി കിഡ്സ് ഉപയോഗിക്കാം. ഇതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ച് ഉപയോഗിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാവുന്നുള്ളൂ. ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് വളരെ എഫക്റ്റീവാണ്. അതെല്ലാം ഒരു ലിമിറ്റ് വെച്ച് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ടീച്ചറുടെയും അത് അത്തരത്തിലൊരു നിയന്ത്രണം വയ്ക്കേണ്ടത് പാരൻസിൻ്റെയും കടമയാണ്. ഇത്രയും ആശയങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ICT ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ കലകളെക്കുറിച്ച്, പൈതൃകം, വിവേകം എന്നിവ തമ്മിലുള്ള വ്യത്യാസം, മറ്റൊന്ന് സ്വതന്ത്ര പഠനം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, കേസ് സ്റ്റഡി, ഇതെല്ലാമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ. അതുപോലെ ആദ്യം പറഞ്ഞത് വരവറിയാതെ ചെലവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ, ഇത് കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ പാരൻസിനെ നമ്മൾ അവർക്ക് അവരുടെ ആശയം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഒന്നുകൂടി വിശകലനം ചെയ്യുക, കൂടുതലായുള്ള പോയിന്റുകൾ ആഡ് ചെയ്യുക. നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.